നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് സർഫസ് പ്രോ 6ൻ്റെ സ്ക്രീൻ ഫ്ലിക്കറിങ് കംപ്ലൈൻ്റ് ആണ്. ഇത് നമുക്ക് പുതിയ സ്ക്രീന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഞാൻ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പീസ് കട്ട് ചെയ്തതാണ്. ബോഡിയിലേക്ക് ഹീറ്റ് വല്ലാതെ കയറാതിരിക്കുന്നത്, സ്ക്രീനിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു കൂൾ പാഡാണ്. കൂൾ പാഡ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തുണി നനച്ചതാണ്. എന്താ പറയുക, നമ്മുടെ പ്രിൻ്ററിൻ്റെ റൂമിലൊക്കെ വരുന്നതാണ്. ഇങ്ക് വലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെള്ളം നനച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ സ്ക്രീനിലേക്ക് വല്ലാത്ത ചൂട് വരില്ല. വേറെ ഇനിയിപ്പോൾ ഉള്ളിൽ വല്ല പ്ലാസ്റ്റിക് പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ സാധനം വയ്ക്കുന്നത്. ഇവിടെ ഇതിൽ സ്പീക്കർ വരുന്നതാണ്, ലെഫ്റ്റും റൈറ്റ് ലെഫ്റ്റ് സ്പീക്കറുകൾ വരുന്നതാണ്. അപ്പോൾ സ്പീക്കർ അതിൻ്റെ അവിടെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് ആണ്. പ്ലാസ്റ്റിക് കവറിങ് എന്നൊരു നെറ്റ് പോലുള്ള ചെറിയ പ്ലാസ്റ്റിക് നെറ്റാണ്. അത് ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളൊരു ഷീൽഡ് വീട്ടി ഒരു 300 ഡിഗ്രി ചൂടിലിടാം. വല്ലാതെ ചൂട് കൂടരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഈ ഷീൽഡ് നല്ല ഇതിൽ ശരിക്കും വാട്ടർ പ്രൂഫ് സീലിംഗ് ആയിരിക്കും. നമ്മൾ രണ്ടാമത് ഇടുമ്പോഴും മതി അത് തന്നെ ഇടാം.
ഉയരമുണ്ട് മണ്ണിൻ മനസ്സിൽ. ഇവിടെ ഒരു സ്പീക്കർ ഉണ്ടാവും. സ്പീക്കറിൻ്റെ അവിടെ ഒരു ഷീൽഡ് തന്നെ വെക്കും. ഇതിന് ഓൾറെഡി പ്രോബ്ലം ഇഷ്ടം പോലെ വരാറുണ്ട്. ഈ സ്ക്രീൻ ഫ്ലിക്കറിങ് കംപ്ലൈൻറ്റുകൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ കസ്റ്റമർ യൂസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ആയിരിക്കാം. ഹീറ്റ് കൂടിയതും ഡസ്റ്റുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചൂടായുള്ള സ്ഥലങ്ങളുണ്ടാവും. വർക്കിന് ഹീറ്റാണുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സർഫസ് നല്ല ഹീറ്റായിരിക്കും. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഫാൻ ഇല്ലാത്ത ടൈപ്പാണ് ഈ സാധനം. അപ്പോൾ ഡസ്റ്റ് കയറിയിട്ട് കഴിഞ്ഞാലും ഈ കംപ്ലൈൻറ്റുകൾ അധികം വരാറുണ്ട്. ചിലരിൽ പിന്നെ ഉപയോഗിക്കാതെ വെച്ചാലും ഡ്രൈ ആയിട്ട് സ്ക്രീനിൻ്റെ ബാക്കിലുള്ള PCB ഡ്രൈ ആയാലും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഉപയോഗിക്കാം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കും വരാറുണ്ട്. ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ്. എനിക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ, മണ്ടക്കടി. ഈ സൈഡ് മീതെ ബട്ടൺ നമ്മൾ പവർ സ്വിച്ച് അതിൻ്റെ അവിടെ വരുന്ന ഭാഗം നല്ല ശ്രദ്ധിക്കണം. കാരണം ഇവിടെ വരുന്നത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. ഈ സാധനം ഇവിടെ വരുന്നത് സ്റ്റീൽ മെറ്റൽ ആയിരിക്കും, മെറ്റൽ ബോഡി ആയിരിക്കും. ഇവിടെ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അപ്പോൾ അത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ പ്ലാസ്റ്റിക് ചുളുങ്ങാതെ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് പുതിയ സ്ക്രീൻ വെക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വേണം. അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. വെള്ളം നല്ല നനപ്പിക്കണം. അതിപ്പോൾ ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഓൾറെഡി ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ഞാൻ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് വല്ലാതെ സ്ക്രീനിലേക്ക് എടുക്കില്ല. നമ്മൾ കസ്റ്റമർ ചെയ്യേണ്ടതെന്ന് വല്ലത് പറയുകയാണെങ്കിൽ തന്നെ പഴയ കംപ്ലൈൻറ്റുള്ള സ്ക്രീൻ തന്നെ ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാമേജ് ആയിരിക്കും, പാട് വരും, കളർ കയറി വരും, അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ വരും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് പരമാവധി അയക്കുമ്പോൾ നമ്മൾ സേഫ്റ്റിയിലായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീന് എന്ന് പറയുന്നത് കോംബോ ഡിസ്പ്ലേ ആയിരിക്കും. രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞാനിതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്.
പിന്നെ ആരുടെയിലൊക്കെ വീട്ടിൽ എന്ത് സാധനമാണെങ്കിലും നമ്മൾ സർവീസ് ചെയ്യുന്നതായിരിക്കും. എന്ത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സപ്ലൈകൾ സർവീസ് ചെയ്യും, മദർ ബോർഡ് CPU ആണെങ്കിലും സർവീസ് ചെയ്യും. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണെന്നുള്ളൂ. എല്ലാ സാധനവും സർവീസ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ തരാം, അതിലൊന്ന് വിളിച്ചാൽ മതി. ഒരു പരസ്പരം ജസ്റ്റ് ഈ സാധനങ്ങൾ ഷീൽഡൊക്കെ എടുക്കാം. ഇവിടെയൊന്നും വിടാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ട് പ്രസ് ഇല്ലാതെ അങ്ങോട്ട് ഫീൽഡ് കയറ്റിയെടുക്കും. കഴിഞ്ഞാൽ സ്ക്രീനിൽ ടച്ചാവും, എപ്പോഴും കളർ വരും. നേരിയ സ്ക്രീനാണ്, പൊട്ടാൻ ഭയങ്കര ചാൻസുള്ള സ്ക്രീനാണ്. പരമാവധി നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നതായിരിക്കും. സ്ക്രീൻ അത്ര തേങ്ങായിരിക്കും, പക്ഷെ ഗ്ലൗസി സ്ക്രീനാണ്. നല്ല സ്ക്രീനല്ല ഇട്ട് തിളങ്ങിയിരിക്കും. ഓക്കെ, നമ്മൾ സ്ക്രീൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു വ്യത്യാസമുണ്ട് സാറേ. കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞത് Pro 6 സ്ക്രീനാണെന്നാണ്, പക്ഷെ സംഭവം ഇത് Pro 7 ആണ്. പക്ഷെ എല്ലാം സെയിമാണ്. മോഡൽ ബോർഡ് മാത്രം വ്യത്യാസം ഉണ്ടാവും. Pro 5 Pro 6 ഒക്കെ ഏകദേശം എല്ലാ മോഡലും സെയിമാണ്. സ്പെയറും അതുപോലെ പാനലും എല്ലാം സെയിമാണ്. ഇതാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് 7 ആണെന്നുണ്ടെങ്കിൽ 6 സ്ക്രീൻ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതിന് കേബിൾ ചേഞ്ച് ചെയ്തിട്ട് ജമ്പർ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ പുതിയ സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.